റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടന്ന ചർച്ചകൾ വിജയകരമെന്ന് ട്രംപ്. യുക്രൈൻ യുദ്ധം ശാശ്വത സമാധാനത്തിലേക്ക് നീങ്ങുന്നതിനുള്ള വഴി തുറന്നിരിക്കുകയാണ്. അതേസമയം യുക്രൈനെ സൈനികമായി ആക്രമിക്കരുതെന്ന് പുടിനോട് ആവശ്യപ്പെട്ടതായും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വെടിനിർത്തൽ ധാരണ അംഗീകരിക്കണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പുടിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സൗദി അറേബ്യയിൽ റഷ്യൻ പ്രതിനിധികളുമായി നടന്ന ചർച്ചയ്ക്ക് പിന്നാലെയാണ് അമേരിക്കൻ പ്രതിനിധികൾ മോസ്കോയിലെത്തി വ്ളാഡിമിർ പുടിനുമായി ചർച്ചകൾ നടത്തിയത്. ഈ ചർച്ചകൾക്ക് ശേഷമായിരുന്നു ട്രംപിന്റെ കുറിപ്പ്. യുക്രൈൻ റഷ്യ സംഘർഷം അവസാനിക്കുന്നതിനുള്ള വഴി തെളിഞ്ഞു. പക്ഷേ റഷ്യൻ സൈന്യം യുക്രൈനെ വലയം ചെയ്തിരിക്കുകയാണ്. എന്തെങ്കിലും സംഘർഷമുണ്ടായാൽ അത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുണ്ടാകുന്ന ഏറ്റവും വലിയ മനുഷ്യക്കുരുതിയായിരിക്കുമെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അക്കാരണത്താൽ തന്നെ അത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കണമെന്നും ട്രംപ് പുടിനോട് അഭ്യർത്ഥിച്ചു. വെടിനിർത്തൽ നിർദ്ദേശത്തോടുള്ള പുടിന്റെ പ്രതികരണം പ്രതീക്ഷ നൽകുന്നതല്ലെന്ന് ഇന്നലെ സെലൻസ്കി പറഞ്ഞിരുന്നു. എന്നാൽ സെലൻസ്കിയുടെ വാദത്തെ അംഗീകരിക്കുന്ന നിലപാടല്ല അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, വെടിനിർത്തൽ ധാരണ അംഗീകരിക്കണമെന്ന ആവശ്യം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പുടിനോട് നടത്തിയിട്ടുണ്ട്. വെടിനിർത്തൽ ധാരണ നടപ്പാക്കുന്നതിനു മുമ്പ് നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്നാണ് വ്ളാഡിമിർ പുടിന്റെ ആവശ്യം. യുക്രൈൻ യുദ്ധം ശാശ്വത സമാധാനത്തിലേക്ക് നീങ്ങുന്നുവെന്ന കൃത്യമായ സൂചനകൾ തന്നെയാണ് പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്നും വായിച്ചെടുക്കാനാവുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.